ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു കല്യാണത്തിന് പോകുന്ന വീഡിയോ ആട്ടോ ഇടുന്നത്. ഇത് ആഴ്ചയിൽ ഒരു വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെയും മടി കാരണം വീഡിയോ വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്ന വഴിയിലെ അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോ ഒക്കെ നേരത്തെ എല്ലാം എടുത്ത് എല്ലായിടത്തും പോകുമ്പോൾ എടുത്തു വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും, എഡിറ്റൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് വോയിസ് ഓവർ എടുക്കാനായിട്ട് നല്ല മടിയാണ്. ഞാനും ഉണ്ണിയും ഞാനും ഒരേ കളറുള്ള വയലറ്റ് കളർക്കിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ 3 ചാച്ചന്മാരും ചേച്ചിയും ചേച്ചിയുടെ കുട്ടിയുണ്ട് ഡേവിഡ്. ഇതാണ് ഡേവിഡ്. അവൻ ഒരുപാട് പാട്ട് പാടുകയും ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അവൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അവൻ്റെ കുറേ തമാശകളും കുറേ പാട്ടുകളൊക്കെ ചേർത്തൊരു വീഡിയോ ഇടുന്നുണ്ടേ. അത് കാണണം എല്ലാവരും അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിക്കുട്ടൻ അത് അവൻ പറയുമ്പോൾ കേട്ട് ചിരിക്കുന്നുണ്ട്. നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ക്രിസ്ത്യാനിസിൻ്റെ കല്യാണത്തിനാണ് വന്നിട്ടുള്ളത്. നമ്മൾ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ തന്നെ നല്ലൊരു അന്തരീക്ഷമാണ്, നല്ല മരങ്ങളും തണലും ഒക്കെ ആയിട്ട്. ഞങ്ങൾ നേരത്തെ തന്നെ എത്തി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ നാരങ്ങ വെള്ളത്തിൻ്റെ കൂടെ അതിൻ്റെ കൂടെ എന്തോ ഒരു സംഭവം ഇട്ടിട്ടുണ്ടെന്നല്ല ഓർമ്മയില്ല. എന്തായാലും നമ്മൾ എൻഗേജ്മെൻറ്റിനാട്ടോ പോയത്. പള്ളിയിൽ കയറി നമ്മൾ പൊതുവേ പറയും, ആദ്യമായിട്ട് പോകുന്ന പള്ളിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ 3 കാര്യങ്ങൾ ചോദിച്ചാൽ അത് സാധിച്ചു കിട്ടുമെന്നാണ് കേട്ടിട്ടുള്ളത്. കുഞ്ഞുനാൾ മുതലേ അങ്ങനെ കേൾക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാനും അങ്ങനെ ഒരു 3 കാര്യം ചോദിച്ചിട്ടുണ്ട്. എന്തായാലും നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങളവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിലെത്തി നമ്മളിപ്പോൾ എല്ലാവരും സീറ്റിലൊക്കെ ഇരിക്കുകയാണ്. നിങ്ങൾ സ്റ്റേജ് കാണുമ്പോൾ നല്ല രസമുണ്ടാവും. സ്റ്റേജൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പൊങ്ങി ഒക്കെയാണ് സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുള്ളത്. എനിക്ക് സ്റ്റേജിൻ്റെ അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ വളരെയധികം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലാണ് സ്റ്റേജൊക്കെ അലങ്കരിച്ചിരുന്നത്. ഫുഡ് ഞങ്ങൾ കഴിച്ചു. ഉണ്ണി അപ്പവും ബീഫും ചിക്കനൊക്കെ കഴിച്ചു. പിന്നെ ചോറും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഫുഡ് വന്ന് ടേസ്റ്റ് എല്ലാ ഫുഡുകളൊക്കെ അവിടെ ഇങ്ങനെ ഒരു വട്ടത്തിലുണ്ടാവും. അവിടെയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഐസ്ക്രീം കഴിച്ചു. ഉണ്ണി ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ആളാണ്. ഉണ്ണിക്ക് എത്ര ഐസ്ക്രീം കിട്ടിയാലും അതിൻ്റെ കൊതി തീരില്ല. പിന്നെ നമ്മുടെ കല്യാണ പയ്യനും പെണ്ണും കൂടെ കൂടിയിട്ട് അതിമനോഹരമായ ഡാൻസൊക്കെ കളിച്ചു. നമ്മൾ ഇങ്ങനെ ഈ നല്ല ഡ്രസ്സിങ്ങിലും നല്ല ഡാൻസൊക്കെ കാണുമ്പോൾ തോന്നും നമുക്ക് ഇതേപോലെ ഒന്നും കൂടി കല്യാണം കഴിച്ചാലൊന്നുമില്ല അല്ല കേട്ടോ, ഇതേപോലെ ഡാൻസ് കളിക്കാനും സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ ഇങ്ങനെ വീഡിയോസുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. അപ്പം അവർ കുറേ ദിവസത്തെ പ്രയത്നമായിരിക്കും ഈ സ്റ്റേജിൽ കളിച്ച ഡാൻസൊക്കെ. നല്ല അടിപൊളിയായിരുന്നു. കസിൻസും എല്ലാവരും കൂടി ഡാൻസ് കളിക്കുന്നത് കണ്ടപ്പോൾ എന്ത് രസമല്ലേ. അവരുടെ കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് ഗേൾസ് മൊത്തത്തിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. അവിടെ കല്യാണ ചെറുക്കന് പുറകിൽ മാറി നിൽപ്പുണ്ട്. ഇപ്പം കല്യാണ ചെറുക്കൻ വന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. കല്യാണ ചെറുക്കൻ എന്ന് പറയുന്നത് അങ്കിളും ആൻറ്റിയാണ്. കല്യാണ ചെറുക്കൻ ഞങ്ങൾ അങ്ങനെ ഒരു പേരിന് പറയുന്നതേ ഉള്ളൂ അല്ലേ ഉണ്ണി. പിന്നെ അവിടെ എന്താണ് നമ്മൾ ഓരോന്ന് പറയില്ലേ, പൂക്കളൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളെന്താ പറയുക, ഓരോരോ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ പരസ്പരം പറയുകയും ചോദിക്കുകയും ചെയ്യുന്നൊരു അവസരമാണ്. അപ്പോൾ ചിലതിനൊക്കെ ഒരേപോലെ സെയിം തന്നെ പൊക്കി, ചിലതിനൊക്കെ അവർ ഡൗട്ട് അടിച്ച് നിന്നു. അതൊക്കെ എന്താ പറയുക, അവരുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു നല്ലൊരു മുഹൂർത്തമാണിത്. പിന്നീട് അവർ എപ്പോഴും ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കുമ്പോൾ അത് കാണാൻ അവർക്ക് നല്ലൊരു അനുഭവമായിരിക്കും. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്യൂവിൽ നിൽക്കുവാണ്. ഉണ്ണി അപ്പൂനെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൂട്ടനെ അവൾക്ക് ഭയങ്കര, കുഞ്ഞു പിള്ളേരൊക്കെ ഭയങ്കര കാര്യമാണ്. അതുപോലെ തന്നെ അവന് നന്നായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അവൾ സ്റ്റേജൊക്കെ നിന്നിട്ടാണ് ഈ ഇതെല്ലാം കാണിക്കുന്നത്. അവർ നല്ല കൂട്ടാണ്. ഞങ്ങളൊക്കെ നല്ല കൂട്ടാട്ടോ. പക്ഷെ അവനവിടെ നിൽക്കണില്ല, ഇങ്ങനെ നടന്ന് കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു. നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഞങ്ങൾ വേഗം ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. നമ്മൾ തിരിച്ച് പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ നിലമ്പൂരൊക്കെ എത്തി. ഞങ്ങൾ ഏകദേശം വീട്ടിലെത്താറായി. ഞങ്ങൾ രാവിലെ പോയതാണ്. ഒരു 8 മണിയായപ്പോഴത്തേക്കും പോയി. ഞങ്ങൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചായയൊക്കെ കുടിച്ചായിരുന്നു കേട്ടോ. ഉറക്കത്തിലായിരുന്നു, അപ്പോൾ അതിൻ്റെ വീഡിയോയിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല. ഇനി അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളോട്ടുമായി കാണാം. എഡിറ്റിങ്ങും വോയിസ് ഓവറൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് എല്ലാം റെഡിയാക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ കണ്ടതിനും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തതിനും താങ്ക് യു. ഓക്കെ, ബൈ. See you.